ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എൻ്റെ വർക്കും എക്സാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇത് നമ്മുടെ മോളുടെ എക്സാമിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറയുമ്പം ഇന്ന് പപ്പയില്ല. പപ്പയ്ക്ക് അത്യാവശ്യമായി കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളൊരാൾബലത്തിന് ഞങ്ങളുടെ അമ്മമ്മയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അമ്മമ്മ നല്ല വൈബ് അമ്മമ്മ ആയതുകൊണ്ട് അമ്മമ്മ കൂടെയുള്ളപ്പം ഇവരും ഭയങ്കര ഹാപ്പിയാണ്. മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച 2 ദിവസങ്ങൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിന്ന് ഇടുന്നത്. കുറേ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്കിങ്ങനെ പിള്ളേരെയും കൊണ്ട് പുറത്ത് ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ പുതുതായിട്ട് ഓരോന്ന് കാണുമ്പോഴും പുതുതായിട്ട് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. എല്ലാ മക്കളെപ്പോലെയും ഇവർ 2 പേരും നല്ല വികൃതി കുട്ടികളാണ്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. ഓരോ വികൃതി കളിക്കുമ്പോഴും എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചിടുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പാരൻറ്റിങ് എന്ന് പറയുമ്പം അങ്ങനെയാണ്, നമ്മൾ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കില്ലല്ലോ. നമ്മൾ പലപ്പോഴും മക്കളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല അവരോട് ദേഷ്യപ്പെടുന്നത്. മറ്റ് ചില ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ ദേഷ്യവും കാര്യമൊക്കെ ആയിരിക്കും ഈ മക്കളെടുത്ത് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ ലോകത്തിൽ ഓരോ മനുഷ്യന്മാരും ഡിഫറെൻ്റാണ്. പണ്ട് എൻ്റെ അമ്മ എന്നെ ഒരാളെ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്യുമായിരുന്നു. അവളെ കണ്ട് പഠിക്കുക, അവൾ ചെയ്യുന്ന പോലെ ചെയ്യും. അങ്ങനെ അവളോട് എനിക്ക് അടങ്ങാത്ത ദേഷ്യമായിരുന്നു. എല്ലാ അമ്മമാരും അവരവരുടെ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ ഡയലോഗ്സൊക്കെ അടിക്കുന്നത്. പക്ഷെ അത് മക്കളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഒഴിവാക്കിയത് ആ പരിപാടിയാണ്. ഞാൻ എൻ്റെ പിള്ളേരെ അവരായിട്ട് തന്നെ വളരാൻ അങ്ങ് അനുവദിച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ എങ്ങനത്തെ ഒരു അമ്മയാണ്, അതായത് സ്ട്രിക്റ്റ് ആണോ അല്ലെങ്കിൽ ജെൻറ്റലായിട്ടാണോ പെരുമാറാറ്? അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പോൾ അവരോട് ഇടപഴകേണ്ട രീതിയും വ്യത്യസ്തമായിട്ടാണ്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളെടുത്ത് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ അത് അവൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു, ഒന്ന് ജെൻറൽ പാരൻറ്റിങ് മെത്തേഡിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഒന്ന് സ്നേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞപ്പം അവളെല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം ചെയ്തു തരുന്നുണ്ട്. അവൾക്കൊരു നല്ല മാറ്റം ഞാനിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഈ മെത്തേഡ് എൻ്റെ മോൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് സംശയമാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓരോ മക്കൾക്കും ഓരോ രീതിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക അവരുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കാം. അപ്പം അവരതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ മക്കളും ഈസിയായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഇതൊന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാനുള്ള പക്വതയും കാര്യമൊന്നും എനിക്കായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ 2 മക്കളുടെ അമ്മ എന്ന നിലയിൽ ഒരു 6 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര നമ്മൾ ജെൻറൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. മനുഷ്യനല്ലേ, തെറ്റ് പറ്റും. പക്ഷെ നമുക്കത് തിരുത്താനായിട്ട് നമ്മുടെ മുന്നിൽ അടുത്ത മിനിറ്റുമുണ്ട്, അടുത്ത ദിവസവും ഉണ്ട്. അങ്ങനെ അമ്മമ്മയും മക്കളുമായിട്ടുള്ള ഒരു ദിവസം ഞങ്ങൾ അടിപൊളിയാക്കി തിരിച്ചു പോവുകയാണ്. അമ്മമ്മയായാലും മക്കളായാലും നല്ല രീതിക്ക് ആ ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഹാപ്പി ആയപ്പം ഞാനും ഹാപ്പിയായി. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 2 ദിവസത്തെ വീഡിയോ കമ്പൈൻ ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ടാട്ടോ ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്ലാനറ്റോറിയത്തിലേക്കാണ്. ആദ്യമേ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങട്ടെ. കാരണം ഞാനിവിടെ എത്തുന്ന സമയത്ത് കറക്റ്റ് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ ഫോണിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റിയും കാര്യമൊന്നും ഉണ്ടാവില്ല. പോരാത്തതിന് കുറച്ച് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കുറേ വീഡിയോസ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ എത്തിയ കറക്റ്റ് സമയത്ത് തന്നെ ഒരു 3D ഷോ തുടങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് അതിന് കയറി. നമ്മളിത് പണ്ടേ കണ്ട ആൾക്കാരായതുകൊണ്ട്
വലിയ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷെ എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ടത് ഇഷ്ടപ്പെട്ടു. അവൾ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ നിന്ന് കണ്ണ് വിടാതെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ ഓരോ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ നടന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടെ 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട. ഇനി നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റ് തന്നെ വളരെ കുറവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20 രൂപ എങ്ങാനുമാണ് ഞങ്ങൾ ടിക്കറ്റിന് കൊടുത്തത്. അതായത് ഒരാൾക്ക് 20 രൂപ. പിന്നെ ഈ 3D ഷോ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ വേറെ കൊടുക്കണം. അതും 100-ൽ താഴെയുള്ളൊരു എമൗണ്ടാണ് നമ്മൾ കൊടുത്തത്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണുന്നതിന് മുന്നേ തന്നെ അവിടെ പ്ലാനറ്റോറിയം ഷോ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയതാണ്. പ്ലാനറ്റോറിയം എന്ന് ആര് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു ഷോ ആണ് കേട്ടോ. 1/2 മണിക്കൂറോളം നമ്മളും ആകാശവും കുറേ നക്ഷത്രങ്ങളും. അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളവിടെ പോയിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യൂ. കോഴിക്കോട്ടുകാരിത് മൈൻഡേ ചെയ്യേണ്ട കേട്ടോ. നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇവിടെ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കുറേ മിററുകളുടെ ലോകത്തേക്കാണ്. ആ മിററിൽ ഞങ്ങളുടെ തടിച്ച രൂപവും മെലിഞ്ഞ രൂപവും വളഞ്ഞ രൂപവും എല്ലാം കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ കംപ്ലീറ്റ് കെമിസ്ട്രിയും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കെമിസ്ട്രി ആയിട്ട് എനിക്ക് പണ്ടേ കെമിസ്ട്രി ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ തന്നെ പോയി കണ്ട് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേനെ? എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എൻ്റെ മോൾ അതിൽ കുറേ നേരം കളിച്ചു. അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ അക്വേറിയം കാണാനായിരുന്നു. ഓ, ഇതെന്താ ചെയ്യും? ഇയാളാണ് അയാൾ. പർപ്പിൾ രസമുണ്ടോ? ആരട്ടിക്ക് വീട്ടിലേക്ക് വേണോ? ആരട്ടി ഗ്ലാസ് തൊടലടാ. അങ്ങനെ മീനുകളെയൊക്കെ കണ്ട് ഞങ്ങളത് അടുത്ത സെക്ഷനിലേക്ക് പോയി. ഏതോ സയൻസ് പുസ്തകം തുറന്നു വെച്ചൊരവസ്ഥയായിരുന്നു എൻ്റേത്. കടലിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ആകാശത്തിൻ്റെ ഒത്ത മുകളിലെ വിവരങ്ങളാണെങ്കിലും നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് നോക്കി കുത്തിയിരുന്ന് എത്ര നേരം പഠിച്ചാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇത്രയും കുറഞ്ഞ ടിക്കറ്റ് റേറ്റിന് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ.
അങ്ങനെ ഇവിടെയും കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനറ്റോറിയം വേറെ ലെവൽ ആക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാനുള്ള സ്റ്റോറേജ് എൻ്റെ ഫോണിലുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.